വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, തമിഴ്നാട്ടിൽ തരംഗമാണ്. തരംഗമാണെങ്കിൽ പോലും അവിടെ ഒരു തൂക്കുമന്ത്രിസഭയുടെ ഒരു പ്രതീതിയാണ്. അവിടെ വിജയ്ക്ക് മുഖ്യമന്ത്രിയാകണമെങ്കിൽ ഇനിയും കുറച്ച് സീറ്റുകൾ കൂടെ പിടിക്കേണ്ട ആവശ്യമുണ്ട്. CPM എന്തായാലും വിജയ്ക്ക് പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പിന്തുണ വിജയ് സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് രാഹുൽ ഗാന്ധി വിജയുടെ കൂടെ നിൽക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നിന്നാൽ പോലും വിജയ്ക്ക് മുഖ്യമന്ത്രിയാകാനായിട്ട് പറ്റില്ല. കാരണം ഇനിയും സീറ്റുകൾ വേണം. അപ്പോൾ AIADMK എന്ന് പറയുന്ന പാർട്ടി, നിലവിലുള്ള NDA സഖ്യത്തിലുള്ള പാർട്ടി, അതിൽ നിന്ന് ചില MLA മാർ അങ്ങോട്ടേക്ക് പോകുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അല്ലെങ്കിൽ AIADMKയുമായി സഖ്യം ചേർന്ന് വിജയ് പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും DMKയിൽ നിന്ന് ആരും അങ്ങോട്ടേക്ക് പോകില്ല എന്ന് അസന്നിഗ്ധമായി DMK പറയുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. തമിഴ്നാട്ടിൽ ഭരണം വരുന്ന പാർട്ടിയുടെ കൂടെ ആര് വേണമെങ്കിലും പോകും. അവിടെ ആദർശം, ആശയം അങ്ങനെയുള്ളൊരു സംഭവം ഇല്ല. അപ്പോ നിലവിൽ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവിടെ BJPക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയത് ഒരൊറ്റ സീറ്റ് മാത്രമാണ്. ഒരൊറ്റ സീറ്റ്. ഈ ഒരൊറ്റ സീറ്റ് വെച്ചിട്ട് ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭാവിയിൽ എങ്ങനെ ഈ സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും വിജയ് തരംഗത്തിൽ എന്നുള്ളതാണ് ചോദ്യം. ധനുഷ് ഒന്ന് ശ്രദ്ധിച്ചു, ഇന്നലെ 5 സംസ്ഥാനത്ത് നിയമസഭാ റിസൾട്ട് വന്നു. തമിഴ്നാട്ടിൽ BJPക്ക് ഒരു സീറ്റേ കിട്ടിയുള്ളൂ. ഏതെങ്കിലും BJP നേതാക്കൾ അതിൽ നിരാശ പ്രകടിപ്പിക്കുന്നുണ്ടോ? ആരും നിരാശ പ്രകടിപ്പിച്ചിട്ടില്ല. എല്ലാവരും ഹാപ്പിയാണ്. ആദ്യമായിട്ട് BJPയുടെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്ന അണ്ണാമലയുടെ ആണ്. അദ്ദേഹം വിജയെ പ്രശംസിച്ചും പുകഴ്ത്തിയുമാണ് പറയുന്നത്. ഇതിന്റെ ഒരു രഹസ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണെന്ന്. അപ്പൊ എല്ലാവരും വിചാരിക്കും നാളെ വിജയ്ക്ക് പിന്തുണ കൊടുക്കും. വിജയ്ക്ക് പിന്തുണ കൊടുക്കത്തില്ല BJPയുടെ പിന്തുണ ആവശ്യമില്ല. ഒരു സീറ്റിന്റെ പിന്തുണ കിട്ടിയിട്ട് വലിയ കാര്യം. ഇപ്പൊ ഒരു സീറ്റും പ്രധാനമാണ്, അതിന്റെ കാര്യവുമില്ല. നേരെ മറിച്ച് വിജയ്ക്ക് ഭരിക്കാൻ ഈസി ആയിട്ട് കഴിയും. ഇപ്പോൾ എന്താണ് പറയുന്നത്, ഈ പറയുന്ന CPM-ഉം കോൺഗ്രസും മാത്രം വിചാരിച്ചാൽ പോരാ. ADMKയുടെ MLA-മാരും പോകുമോ? പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരത്തിൽ ഇല്ലാത്തൊരു പാർട്ടിയാണ് ADMK തമിഴ്നാട്ടിൽ. കേന്ദ്രത്തിലും വലിയ പിടിയൊന്നുമില്ല. ഈ പളനിസ്വാമിയുടെ ജാടയും വേലയും കൊണ്ട് മോദി അടിപ്പിക്കാറൊന്നുമില്ല അവിടെ. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് BJP ഇവിടെ നിരാശയില്ലാതെ സന്തോഷത്തിൽ നിൽക്കുന്നു എന്ന് വെച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. കാരണം ഇത്രയും നാൾ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കോൺഗ്രസ് വളരെ കാലം തമിഴ്നാട് കീഴടക്കാൻ ശ്രമിച്ചതാണ്, നടന്നിട്ടില്ല. നാഷണൽ പാർട്ടിയാണ് കോൺഗ്രസ്. അതിനുശേഷം BJP വന്നു. BJPക്ക് അത് കീഴടക്കാനുള്ള പ്രധാന തടസ്സം എന്ന് വെച്ചാൽ ദ്രാവിഡ പൊളിറ്റിക്സ് ആണ് തമിഴ്നാട്ടിൽ. ദ്രാവിഡ പാർട്ടികൾ, ദ്രാവിഡ രാഷ്ട്രീയമാണ്. അതിനെ പൊളിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ഇപ്പോൾ വിജയ് ചെയ്തിരിക്കുന്നത്, അറിഞ്ഞോ അറിയാതെ വിജയ് ചെയ്തിരിക്കുന്നത് ദ്രാവിഡ പൊളിറ്റിക്സ് പാടെ മാറ്റി എഴുതി എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന്റെ ഭാഷകൾ ദ്രാവിഡ ഒരു പൊളിറ്റീഷ്യന്റെ ഭാഷകളായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു രീതികൾ മുഴുവൻ ഇപ്പോൾ മറ്റേ ഈ എന്താണ് തിരുക്കുറൾ പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനത്തിലോ ആ ഒരു സാധനത്തിൽ നിന്ന് മാറി ഹിന്ദി വിരുദ്ധതയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് വിജയ് ചേർത്തില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ജെൻസിയുടെ വോട്ട് വലിയ രീതിയിൽ തന്നെ വിജയ് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ BJPയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, സന്തോഷം ഈ കേരളത്തിലടക്കം സുഡാപ്പികളുടെ ഏറ്റവും വലിയ ദുഃഖം, സുഡാപ്പികളെ വിജയ് അടുപ്പിച്ചിരുന്നില്ല. സുഡാപ്പികളുടെ ഏറ്റവും വലിയ തോഴൻ സ്റ്റാലിനായിരുന്നു, കമലഹാസനായിരുന്നു, അങ്ങനെയൊക്കെയുള്ള വലിയൊരു വിഭാഗം ആളുകളായിരുന്നു. അത് മാത്രമല്ല, സുഡാപ്പികളുടെ വിഷമത്തിന് മറ്റൊരു കാര്യമുണ്ട്. വിജയ് മാത്രം അങ്ങനെയല്ലല്ലോ അദ്ദേഹത്തിന്റെ പേര്, വിജയ് ജോസഫ് എന്നാണല്ലോ. അപ്പൊ ഒരു ക്രിസ്ത്യൻ അവിടെ കയറുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിന് ഒരു അല്പം മുൻതൂക്കം കൂടെ ഉണ്ടായി വരുന്നൊരു സ്ഥലം. വലിയ മതപ്രചരണവും ഈ മതത്തിൽ ആളെ ചേർക്കലും ഒക്കെ വളരെ വ്യാപകമായി നടക്കുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് തമിഴ്നാട്. അവര് പറയുന്നത് 6 അതിന് മുകളിൽ 10% ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പൊ അതിനൊരു വലിയ പിന്തുണ കിട്ടും. അപ്പൊ ഒരു ക്രിസ്ത്യൻസ് കയറുന്നു. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ പിന്തുണ കിട്ടുകയും ക്രിസ്ത്യൻസിന്റെ അവിടുത്തെ ഈ മതപരിവർത്തനക്ക് വലിയ തടസ്സമായി നിൽക്കുന്ന മറ്റു വിഭാഗങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് വലിയ കളികളൊന്നും ഇനി ടീമിന്റെ നടക്കത്തില്ലാത്തതുകൊണ്ടാണ് SDPIക്കും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഇരുന്ന് കരയുന്നത്. പക്ഷെ BJP സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ദ്രാവിഡ പൊളിറ്റിക്സിനെ പൊളിക്കാൻ അതുകൊണ്ടാണ് ഇവർ മുൻപ് ഈ രജനീകാന്തിനെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പാർട്ടി ഈ BJP. രജനീകാന്ത് BJPയിൽ വരാനല്ല രജനീകാന്തിനെ അവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്, സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി വരൂ. കാരണം ഇവർ BJPയുടെ ഒരു പ്രധാനപ്പെട്ട ഹോബി അതാണ്. ഇവർക്ക് പിടിക്കാൻ കഴിയാത്തടത്ത് ഇവർ ഓരോരുത്തർക്കും ഓരോ പാർട്ടി ഉണ്ടാക്കി കൊടുക്കും, എന്നിട്ട് കുറച്ച് പൈസയും കൊടുക്കും വർക്ക് ചെയ്തോളാൻ പറഞ്ഞിട്ട്. അത് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഹരിയാനയിലും യുപിയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. കാരണം UPയിലൊക്കെ ഈ 1000 വോട്ടിന് താഴെയൊക്കെ ഈ ജയപരാജയം നിർമ്മിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. അപ്പൊ അവിടെ എന്തുവരും ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ നേതാവിനെ വിളിച്ചിട്ട് പറയട്ടെ, എങ്ങനെ നിങ്ങൾക്ക് നടന്നാൽ മതിയോ, എന്തായാലും ഞങ്ങളുടെ കൂടെ കൂട്ടത്തില്ല, അതിനുള്ള കപ്പാസിറ്റി ഒന്നും നിനക്കില്ല, പ്രായവുമില്ല, മത്സരിക്കാനൊക്കെ ആഗ്രഹമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ഒരു പാർട്ടി ഉണ്ടായിരിക്കും, തെരഞ്ഞെടുപ്പുള്ള പൈസ തന്നേക്കാന്ന് പറയും. ഇവൻ പോയിട്ട് പാർട്ടി ഉണ്ടാക്കി. എന്തായാലും ഇവന്റെ വിഭാഗത്തിന്റെ വോട്ട് BJP കിട്ടില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇവനെ നിർത്തി വേറെ കൊണ്ടെങ്കിലും പോകാനിരുന്ന വോട്ട് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുക എന്നുള്ള സാധനമാണ്.
പക്ഷെ അത് തമിഴ്നാട് പൊളിറ്റിക്സ് നടക്കില്ല. അങ്ങനെയാണ് രജനീകാന്തിനെ കൊണ്ട് പുതിയ പാർട്ടി രൂപീകരിക്കാനായിരുന്നു ബി ജെ പി ശ്രമിച്ചു. പക്ഷെ രജനീകാന്ത് ഇറങ്ങില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു രജനീകാന്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഈ ഇമ്പാക്ട് തന്നെ ഉണ്ടായേനെ. പക്ഷെ അന്ന് വേറെ കാര്യമുണ്ട്, ഒരു സൈഡ് ജയലളിതയാണ്, മറു സൈഡ് കരുണാനിധിയാണ്. അതിന്റെ രണ്ടിടത്തു നിന്ന് ഫൈറ്റ് ചെയ്ത് പറഞ്ഞു. ഇപ്പൊ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത സാധനം. വിജയ് വന്നു, ആ മണ്ണ് ഇളക്കിയിട്ടിട്ടുണ്ട്. ഇത് കൃത്യമായി തന്നെ വിത്തെറിഞ്ഞാൽ മാത്രം മതി ബി ജെ പിക്ക്. കാരണം മൈൻഡ് സെറ്റ് മാറ്റിക്കഴിഞ്ഞു. അതായത് ദ്രാവിഡ പൊളിറ്റിക്സിന്റെ മൈൻഡ് സെറ്റ് മാറ്റി ഒരു ജെൻസി മൂഡിലേക്ക് മാറ്റി. വിജയ് ജയിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പരമ്പരാഗതമായ ഈ പാർട്ടികൾ ജയിക്കുമ്പോൾ കാണുന്ന പാട്ടും കൂത്തും ബഹളമൊന്നുമല്ല. എല്ലാം ജെൻസി മോഡലാണ് അവരുടെ. റീൽസുകളൊക്കെ പുതിയ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആ റീൽസിന്റെ ഒക്കെ ഇത് കാണുമ്പോൾ ജെൻസി മൈൻഡാക്കി മാറ്റി. ഇനി ജെൻസിയെ നേരെ തന്നെ കൺവെർട്ട് ചെയ്യാൻ എളുപ്പമാണ്. കാരണം അവർക്ക് ജെൻസികൾക്ക് എന്താണ് വേണ്ടത്? അവർക്ക് വേണ്ടത് നല്ല വിദ്യാഭ്യാസം, നല്ല തൊഴിലവസരങ്ങൾ, പിന്നെ അവർക്ക് വേണ്ട മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ടെക്നോളജികൾ, ഇതിന്റെ ഒക്കെ ഇതിപ്പോ നിലവിൽ ബി ജെ പിക്ക് രാജ്യത്ത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ വിജയ് ആ മണ്ണ് ഇളക്കിയിട്ടുണ്ട്. ഇനി അണ്ണാമലയ്ക്ക് അത് ഉഴുതുമറിക്കാൻ പറ്റും. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇപ്പൊ പ്രിഡിക്ട് ചെയ്യുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ അണ്ണാമല അവിടുത്തെ പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രി ആയാലും അത്ഭുതപ്പെടാനില്ല. അണ്ണാമലയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കളവും നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് അടിക്കടി വിജയെ പൂഴ്ത്തി അണ്ണാമല എത്തുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ണാമല ഇന്നലെയും കൂടി സ്റ്റേറ്റ്മെന്റ് വിജയെ പൂഴ്ത്തിയിട്ടുണ്ട്. നല്ലൊരു മാറ്റമാണ്, യുവാക്കൾ വരണം, യുവത്വത്തിന് പ്രാധാന്യം. അണ്ണാമലയും ചെറുപ്പക്കാരനാണ് കേട്ടോ, വിജയേക്കാൾ ഇളയതാണ് അണ്ണാമല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിജയ്ക്ക് 42 വയസ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അണ്ണാമലയ്ക്ക് 36 മറ്റേ ഉള്ളൂ, 49 ഉണ്ട്. അണ്ണാമലയ്ക്ക് 36 38 അങ്ങാണ്ടേ ഉള്ളൂ, 37 അങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ അണ്ണാമല എങ്ങനെ എത്തുന്നു? കാരണം അണ്ണാമലയ്ക്ക് കൃത്യമായി തന്നെ അണ്ണാമലയുടെ കണക്ക്. കാരണം അണ്ണാമല ആദ്യം തന്നെ ബി ജെ പിയുടെ പിന്നെ കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഈ ദ്രാവിഡ പൊളിറ്റിക്സ് പൊളിക്കാതെ നടക്കില്ല. ദ്രാവിഡ പൊളിറ്റിക്സ് പൊളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ AIDMK ആയിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം. ഒറ്റയ്ക്ക് നിന്നപ്പോൾ നേട്ടം ഉണ്ടായി, 4 സീറ്റ് കിട്ടി, 4 നിയമസഭാ സീറ്റ് കിട്ടിയതാ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ലോക്സഭയിൽ അവർ ഒറ്റയ്ക്ക് നിന്നിട്ട് 11 സ്ഥലത്ത് അവർ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചു, 20% മേൽ വോട്ട് വർദ്ധിപ്പിച്ചായിരുന്നു. അത് അന്നത് പറഞ്ഞു. അന്നത് കേന്ദ്രം കേൾക്കുകയും കേന്ദ്രം അതിനനുസരിച്ച് തന്നെ അണ്ണാമലയ്ക്ക് എല്ലാ സാധനവും നൽകുകയും ചെയ്തു. അവസാന നിമിഷത്തിലാണ് ഈ AIDMK കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഭരണം കിട്ടും എന്ന് തോന്നിയത്. പിന്നീടും അണ്ണാമല തന്നെ പറഞ്ഞു അത് വിജയ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ വിജയെ പിടിക്കാൻ പലവട്ടം നോക്കി. അതിന്റെ ഈ പളനിസ്വാമി ഒരു കുറുക്കനാണ്. ഈ പളനിസ്വാമിയാണ് ഇത് പോയിട്ട് അലമ്പാക്കുന്ന ഒരു വ്യക്തി. കാരണം ഈ BJP ഒരു വഴി കൂടെ നീങ്ങുമ്പോൾ പളനിസ്വാമി വേറൊരു വഴി കൂടെ പോയിട്ട് ഇത് വിജയെ പിടിക്കാൻ ശ്രമിക്കുകയും അത് വലിയ പബ്ലിസിറ്റിക്ക് ഇടയാക്കുകയും ഒക്കെ ചെയ്യും. അവിടെയൊക്കെയാണ് അത് സ്പ്ലിറ്റ് വന്നത്. ഇനിയിപ്പോ BJP സംബന്ധിച്ച് അവർക്ക് ആകെ ഒരു സീറ്റാണ്. ഇപ്പൊ AIDMK ഭരണവും ഇല്ല, ഇനി കൂടെ നിന്നിട്ട് കാര്യത്തിന് കാര്യം. ഇനിയിപ്പോ സംഭവിക്കാൻ ഏറെ സാധ്യതയുള്ള കാര്യം, വീണ്ടും അണ്ണാമല പൂർവാധികം ശക്തിയായിട്ട് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും അണ്ണാമല ഇനി ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോഡിലേക്ക് വരികയും ചെയ്യും. അണ്ണാമല എത്തിക്കഴിയുമ്പോൾ സംഭവിക്കാൻ വന്ന മറ്റു 2 കാര്യങ്ങളുണ്ട്. AIDMK വലിയ രീതിയിൽ തന്നെ അവരുടെ നേതാക്കളെയും ചില MLA-മാരെയും അടക്കം BJP അടർത്തിയടക്കും. ഇതിന് സമാനമായ രീതിയിൽ DMK-യും പിളർത്തും. ഞാൻ ഇപ്പൊ പറയുകയാണ്, എഴുതി വെച്ചോ. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇത് നാളെ സംഭവിക്കുമെന്നുള്ളതല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ DMK-യിലെ കുറെ വിഭാഗത്തിന് BJP റാഞ്ചും. ഞാൻ അന്നും പറഞ്ഞു ധനുഷിനോട്, ഇലക്ഷന് വളരെ മുമ്പേ ഞാൻ പറഞ്ഞു, അണ്ണാമല ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഹീറോ ആയിട്ട് വരുന്നത്. അണ്ണാമല അവിടുത്തെ തമിഴ്നാട്ടിൽ ഹീറോ ആവും. ഇനി പളനിസ്വാമി ഇല്ല, സ്റ്റാലിൻ ഇല്ല, ഇനിയുള്ളത് വിജയ് വേഴ്സസ് അണ്ണാമല ആയിരിക്കും. അണ്ണാമല ഇനി ചെയ്യാൻ പോകുന്ന കാര്യം വീണ്ടും റീലോഡാകും. ഈ തെരഞ്ഞെടുപ്പിൽ നോക്കുക, ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും പോയി പ്രചരണം നടത്തിയ അണ്ണാമലയല്ല. കേരളത്തിൽ അദ്ദേഹം വന്നിരുന്നു, അണ്ണാമലയായിരുന്നു പ്രചരണം നടത്തിയത്. അവിടുത്തെ ഒരു ഹീറോ പരിവേഷമായിരുന്നു അണ്ണാമല. അണ്ണാമല ചെല്ലുന്നിടത്തൊക്കെ ജനം എന്താ പറയുന്നത്, നിങ്ങൾക്ക് സീറ്റില്ലാത്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. വലിയ ജനക്കൂട്ടമാണ് ഇവിടെ എത്തുന്നത്. ഈ AIDMK-യുടെയും മറ്റു സ്ഥാനാർത്ഥികൾ അണ്ണാമലയുടെ തൊഴിൽ പിടിച്ച് സൈഡിൽ നിൽക്കുകയാണ്. കാരണം ഇതിന്റെ കാറ്റ് ഇച്ചിരിയെങ്കിലും കിട്ടുമോ എന്നറിയാൻ നിൽക്കുന്നതാണ്. അവിടെയാണ് അണ്ണാമല വീണ്ടും റീലോഡ് ആകുകയും ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്നൊരു ഫൈറ്റ്, കാരണം പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനി വരാൻ പോകുന്നത് 2 യൂത്താണ്. അതുപോലെ തന്നെ യൂത്തിന്റെ മാനസികങ്ങൾ അറിയാവുന്നതാണ്. പക്ഷെ BJP കുറച്ചുകൂടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയാവുന്ന ഒരു പാർട്ടിയാണ്, ഒരു ബിഗ് പാർട്ടിയാണ്. സാമ്പത്തികമായിട്ടും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും വെൽ സെറ്റിൽഡ് ഉള്ള ഒരു ഫാമിലിയാണ് ഈ BJP ഫാമിലി എന്ന് പറയുന്നത്. അവിടുന്ന് അണ്ണാമല ഇറങ്ങി കളിക്കുകയും ഇവിടെ വിജയ് നിൽക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഇനി വരാൻ പോകുന്ന പൊളിറ്റിക്സ് പഴയ പോലെ ജയലളിത കരുണാനിധി പോലെ, ഇല്ലെങ്കിൽ പളനിസ്വാമി സ്റ്റാലിൻ പോലെ ഇനി വരാൻ പോകുന്നത് വിജയ് വേഴ്സസ് അണ്ണാമലയാണ്. അതിനുള്ള വഴിയാണ് അണ്ണാമല കഴിഞ്ഞ കുറെ നാളായിട്ട് വെട്ടിയത്. അത് കരൂർ ആ തിരക്ക് മരണത്തിന്റെ ഇടയ്ക്ക് നമ്മൾ സംഭവിച്ചു. ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് എല്ലാം കൃത്യമായി തന്നെ അണ്ണാമല അതിൽ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഒടുവിൽ അണ്ണാമലയുടേതായ വന്ന സ്റ്റേറ്റ്മെന്റും അങ്ങനെ തന്നെയാണ്. ഇനി അണ്ണാമലയുടെ കയ്യിൽ തന്നെയാണ് തമിഴ്നാട് പൊളിറ്റിക്സ് ഇരിക്കുന്നത്, യാതൊരു തർക്കവുമില്ല. പളനിസ്വാമിയൊക്കെ ഇനി തീർന്നു. ഇനി BJP-യുടെ ഒരു സംസ്ഥാന അധ്യക്ഷനോട് ഫുൾ പവറിൽ വരുന്ന അണ്ണാമലയാണ്. നയനാർ നാഗേന്ദ്രനൊക്കെ ചീറ്റിയില്ലേ, അദ്ദേഹം വലിയ റിസ്ക് എടുത്ത് വന്നതാണ്, എല്ലാം ചീറ്റി. ഇനി വരുന്നത് അണ്ണാമലയായിരിക്കും. അണ്ണാമല ചെയ്യാൻ പോകുന്ന കാര്യം പതുക്കെ ഈ AIDMK പിളർത്തും, DMK-യും പിളർത്തും. അതോടെ ആ പൊളിറ്റിക്സ് തീരും. ആ ഗ്യാപ്പിലേക്ക് അണ്ണാമല BJP കാരണം ഇനിയിപ്പം തമിഴ്നാട്ടിൽ ദ്രാവിഡ പൊളിറ്റിക്സ് ഇല്ല.
അത് കൃത്യമായിട്ട് വിജയ് അങ്ങനെ ഒരു വലിയ ഉപകാരം ബി ജെ പിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ബി ജെ പിക്ക് വേണ്ടി മണ്ണൊരുക്കുന്നു. ശരിക്കും ബി ജെ പി അങ്ങനെ പ്രതീക്ഷിച്ചൊന്നും ചെയ്തതല്ല. അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു പിന്തുണ, അദ്ദേഹത്തിന് കിട്ടിയ ജനപിന്തുണയിൽ നമുക്കൊന്നും തെറ്റു പറയാനില്ല. ഒരു താരത്തോട് ഇത്രയും ജനത്തിന് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ തന്നെ ആകണം. നമ്മൾ പിന്നെ അദ്ദേഹത്തിന് ഒരു അസസ് ചെയ്യാൻ പറ്റാതെ പോയത്, അദ്ദേഹം ഇതിനു മുമ്പ് മത്സരിച്ചിട്ടില്ല, അതായത് ഒരു പഞ്ചായത്തിൽ പോലും മത്സരിക്കാത്ത ഒരു പാർട്ടിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും ഇത്ര വോട്ടുണ്ടെന്നുള്ളത്? ഇനിയിപ്പോ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് നമുക്ക് പറയാൻ പറ്റും വിജയ ഫാക്ടർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പറയാൻ പറ്റും. ഇപ്പം ഒന്നുമില്ലാത്തടത്ത് പറയാൻ പറ്റും, കഴിയില്ല. പക്ഷെ അത് ഇത്ര ഇമ്പാക്ട് തമിഴ്നാട്ടിൽ അദ്ദേഹം ഉണ്ടാക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ മാക്സിമം വിജയ്ക്ക് കരുതിയത് 60 സീറ്റ്, 55 സീറ്റ്, അതിന് മേളിൽ എത്ര വിജയം പിടിച്ചാലും പോലും. കാരണം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികൾ പല മണ്ഡലത്തിലും പ്രചരണത്തിന് പോകാൻ പോലും പൈസ ഇല്ലാതെ ഒക്കെ നമ്മൾ വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. വിജയ് തന്നെ കുറഞ്ഞ റാലികളിലും കണ്ടേ പങ്കെടുത്തിട്ടുള്ളൂ, 4-5 റാലികളിലോ മറ്റേ പങ്കെടുത്തിട്ടുള്ളൂ. അതല്ല അതിന്റെ ഇടയ്ക്ക് മറ്റേ ആ പൂവെറിഞ്ഞ് പുള്ളിയെടുത്ത് ഓടുന്നത്, ഇങ്ങനെയൊക്കെ കുറഞ്ഞ ട്രോളുകളൊക്കെ വന്നു. ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊരു പിടുത്തമില്ലാതായിപ്പോയി എന്നുള്ളതാണ്. കാരണം ഒരു ഇതാണ് മെയിൻ ആയിട്ട് വിജയുടെ സ്റ്റാർഡം. പിന്നെ വിജയുടെ ആ സ്റ്റാർഡത്തിന്റെ കൂടെ പുഷ് ചെയ്തത് സ്റ്റാലിനെതിരെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. കാരണം ഈ സ്റ്റാലിന്റെ ഈ ഇൻസ്റ്റാഗ്രാമില് ഈ വിജയ് ഫാൻസിന്റെ കൂടുതൽ പ്രവർത്തനം ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് തമിഴിനെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അത് സ്റ്റാലിന്റെ ജനങ്ങളോടുള്ള സമീപനം വളരെ മോശമാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നല്ലേ പറയുള്ളൂ. പക്ഷേ സ്റ്റാലിൻ അങ്ങനെയല്ല. സ്റ്റാലിൻ ജനങ്ങളുടെ മുഖത്ത് അടിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ജനങ്ങളുടെ മുഖത്ത് അടിക്കുക, ജനങ്ങളെ കൊണ്ട് ചെരുപ്പ് ഉരിക്കുക, പിന്നെ നടന്നു പോകുമ്പം ആരെങ്കിലും സ്റ്റാലിന് പരാതി കൊടുക്കാൻ വന്നാൽ ആ പരാതി കയ്യിൽ മേടിച്ചിട്ട് ആ പരാതി അപ്പം തന്നെ കീറിക്കളയുക. ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് വിജയ് ഫാൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാലിന്റെ മോനെ കൊണ്ടുവരുന്നു, ഉദയനിധി സ്റ്റാലിൻ. അവനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ നാട്ടുകാർക്ക്. കാരണം അവൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമാ ലോകത്തെ ഒരു ജയന്റ് ആണ്. റെഡ് ജയന്റ് മൂവീസ് ഒക്കെ അവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പിന്നെ പോരാത്തതിന് പല സിനിമകളും ഇവൻ ഈ പ്രൊഡ്യൂസർമാര് ഒരു സിനിമ എടുത്ത് തുടങ്ങുമ്പോൾ ആ സിനിമ കൊള്ളാമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസറിനെ പോയി ഭീഷണിപ്പെടുത്തി ആ സിനിമ മൊത്തത്തിൽ ഇവന്റേതാക്കുക. പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ പിന്നെ ഇവനാ. അപ്പൊ ഇവന്റേതാക്കുക. അങ്ങനെ സിനിമാ ലോകത്ത് ഇവനെതിരെ വലിയൊരു ഇതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് സിനിമയിൽ നിന്ന് ഉയർന്നു വരുന്ന വിജയ്, ഈ സ്റ്റാലിൻ ആണെങ്കിൽ ഇത്ര വിജയ് അതിനു വേണ്ടിട്ട് ഒരു വലിയ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കാര്യം അദ്ദേഹത്തിന്റെ ആദ്യം ഈ മീറ്റിംഗ് നമ്മളത് തുടക്കം മുതലേ വിജയുടെ പാർട്ടിയെ കുറിച്ച് ചെയ്യുന്നത് ധനുഷ് ഓർമ്മയുണ്ടല്ലോ. ന്യൂസിന്റെ മലയാളത്തിൽ നമ്മൾ വാർത്ത കൊടുക്കാറുണ്ട് വിജയെ കുറിച്ച്. അപ്പൊ ഇവര് രസിക മന്ത്രങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ വിജയുടെ പിന്നെ വെർച്വൽ വാരിയേഴ്സ് ആണെന്നാണ് പറഞ്ഞത്. എല്ലാവരും ഇനി മുതൽ അദ്ദേഹം ചെയ്തൊരു വലിയ പണിയാട്ടോ. എല്ലാവരും ഇത് പറയുമ്പോഴാണ് ഓർത്തത്. ധനുഷ് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇരിക്കണം, സോഷ്യൽ മീഡിയ നമ്മുടെ ആയുധമാക്കണം. ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വിജയ് സിനിമ നടനായി ഉണ്ടായ ആ സമയത്ത് തന്നെ 2010 തന്നെ വിജയ് പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. 2010 വിജയ്യുടെ ഈ രസികർ മന്ത്രം വിജയ് മക്കൾ ഇയക്കമാക്കി അന്ന് കൺവെർട്ട് ചെയ്തു. എന്നിട്ട് ഇവർ ആദ്യം രസകരമായിട്ട് ചെയ്ത ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ ഇന്ത്യ വന്നപ്പോൾ തന്നെ ഇവര് ഈ തീരദേശങ്ങളിൽ പോയി അവരുടെ ഫാൻസിനും അവിടെയുള്ള കുട്ടികൾക്കും അവിടെയുള്ള വീട്ടുകാർക്കും അടക്കം മൊബൈൽ ഫോൺ വിതരണം ചെയ്യുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് മൊബൈൽ ഫോൺ, കാരണം ഈ കാലഘട്ടത്തിൽ ഒരു വലിയൊരു ചാനൽ സോഷ്യൽ മീഡിയയാണ്. അപ്പൊ അങ്ങനെ അത് വിതരണം ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇവർ ശക്തമായിട്ട് വന്നു. എല്ലാം ശക്തമായിട്ട് വന്ന ശേഷമാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായിട്ടുള്ള ഇപ്പൊ BJP ഒരു സ്ഥലത്ത് ഭരണം പിടിക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലാവുമല്ലോ ബിച്ചേട്ടാ ഇവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. നരേന്ദ്രമോദി പോലും 2014 സോഷ്യൽ മീഡിയയാണ് 70% ഉപയോഗിച്ച് ഭരണം പിടിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലാണ് ഭരണം പിടിച്ചത്. അവിടെ നിന്ന് ഒരു വിഷയം അവർ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വിഷയം ഉയർന്നു വരും. ആ വിഷയം ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആ വിഷയം കത്തിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അവരുടേതായിട്ടുള്ള സ്പോൺസേഡ് ആയിട്ടുള്ള ടെലിവിഷനുകൾ, സാംസ്കാരിക നായകർ, ഇങ്ങനെ പല പല ആൾക്കാരാണ്. ഇപ്പൊ വിജയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിജയ്ക്ക് സാംസ്കാരിക നായകരുടെ ആവശ്യമില്ല. ഒരു ഫുൾ സിനിമ ഇൻഡസ്ട്രി തന്നെ വിജയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. കാരണം സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഈ സ്റ്റാലിനെതിരെയും ഇയാളുടെ മക്കൾക്കെതിരെയും മകനെതിരെയും വലിയ രീതിയിൽ വിമർശനമുണ്ട്. സ്റ്റാലിനെതിരെ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല DMK-ക്കകത്ത് വിമർശനമുണ്ട്. കാരണം DMK-യിൽ സ്റ്റാലിൻ ഭരിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത ആര് വരുമെന്നുള്ള ചോദ്യത്തിന് സ്റ്റാലിന്റെ മകൻ ആദ്യം പറഞ്ഞൊരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ ഇവൻ അവിടെ പെട്ടെന്ന് കയറി അവിടുത്തെ മന്ത്രിയാവുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അടുത്ത ഒരു തവണ സ്റ്റാലിൻ വന്നു കഴിഞ്ഞാൽ സ്റ്റാലിൻ ഉറപ്പായിട്ടും ഇവനെ മുഖ്യമന്ത്രിയാക്കും. അതൊരിക്കലും DMK-ക്കകത്ത് തന്നെ ഉള്ള ആൾക്കാർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഫാക്ടറും വിജയ് ഫാക്ടറും എല്ലാം കൂടെ ചേർന്ന് എല്ലാം കൂടെ വിജയ്ക്ക്, പിന്നെ വിജയുടെ സ്റ്റാർഡും എല്ലാം കൂടെ വന്നപ്പോൾ എല്ലാം കൂടെ വിജയ്ക്ക് വലിയ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി, വലിയൊരു വിജയത്തിലേക്ക് വിജയ് എത്തിച്ചു എന്നുള്ളത്. കാരണം അവിടെയുള്ള ജനങ്ങൾ നമ്മുടെ കേരളത്തിലെ പോലെ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു.
അപ്പൊ ഞാൻ പറയട്ടെ, കേരളത്തിൽ വിജയ് പോലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ UDF ഈ തരംഗം ഉണ്ടാക്കില്ല, ആ വ്യക്തി ജയിച്ചു പോയേനെ. കാരണം UDF ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ഇവിടെ ആൾട്ടർനേറ്റീവ് ഇല്ലല്ലോ. UDF കഴിഞ്ഞാൽ LDF കഴിഞ്ഞാൽ വേറൊരു മൂന്നാമത്തെ ഒരു വ്യക്തി, ഇതുപോലെ ഒരു വ്യക്തി ഉണ്ട്. അങ്ങനെയാണ് ഒരു ആം ആദ്മി പാർട്ടിയൊക്കെ ഇവിടെ വരുന്നത്, നമ്മുടെ ഡൽഹിയിൽ വരുന്നത്. കാരണം അവർക്കൊരു ആൾട്ടർനേറ്റീവ് ഇല്ല. കേരളത്തിലും ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് UDF ജയിപ്പിക്കേണ്ട എന്നുള്ളത്, മതേതര മനസ്സുള്ള ജനങ്ങൾ അവരെ ജയിപ്പിക്കേണ്ട, ഇവരെ ഒരു മുസ്ലിം ഒരു പൊളിറ്റിക്കൽ ചായ്വ് ഉണ്ട് എന്ന് അവർക്ക് കൃത്യമായി അറിയാം. പക്ഷെ ആര് ജയിപ്പിക്കും? അല്ലെങ്കിൽ വേറെ ആര് ജയിപ്പിക്കും? BJP ആണെങ്കിൽ അവരെ ജയിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇവർക്കറിയാം. അല്ലെങ്കിൽ ഇവരെ വോട്ട് ചെയ്താൽ ഇവർ ഭരണത്തിൽ വരുമെന്നുള്ള തോന്നൽ വിജയ്ക്ക് മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഭരണത്തിൽ കേരളത്തിലും അത് ഒരു തോന്നൽ, ജയിക്കുമെന്നൊരു തോന്നൽ ഉണ്ടാകണമെങ്കിൽ അടുത്തട്ടി വർക്ക് ചെയ്യണം. ഫേസ്ബുക്കിൽ ഇരുന്നിട്ട് കാര്യമില്ല. അടുത്തിട്ടിൽ അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന നേതാവ് എപ്പോഴും 10 BJP ഡെയിലി കാണും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് കേരളത്തിലടക്കം ഈ രാഷ്ട്രീയ പ്രവർത്തകർ, CPM-ന്റെയും സംഘത്തിന്റെയൊക്കെ പ്രവർത്തകർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, വൈകുന്നേരങ്ങൾ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരങ്ങൾ നമ്മുടെ കവലകൾ ഉണ്ടാകും, ജംഗ്ഷനുകൾ. ആ ജംഗ്ഷനുകൾ നമ്മളെല്ലാം കൂടെ കൂട്ടമായി പോയി നിൽക്കും. ചിലപ്പോൾ ഒന്നിച്ച് പിരിവിട്ട് ചായ കുടിക്കാറുണ്ട്, കഥ പറഞ്ഞ് നിൽക്കാറുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വലിയ സൈക്കോളജി ഉണ്ട്. മറ്റു ജനങ്ങൾ കാണുമ്പോൾ അവിടെ ആ ജംഗ്ഷനിൽ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ നമ്മൾ പറയും, ഇന്നവരെ കണ്ടു ആൽത്തറ പോയാൽ മതി, അവിടെ പാർട്ടിക്കാർ കാണും, ഇല്ലെങ്കിൽ വായനശാലയിൽ പോയാൽ മതി എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം ഇതൊരു പബ്ലിസിറ്റിയാണ്, അതൊരു വിശ്വാസമാണ്. കാരണം എന്റെ ആളുകൾ ഇവിടെ ഉണ്ട്, ഒരു ധൈര്യമാണ്. ഇത് കാലിലൂടെ കൈയും വെച്ചുകൊണ്ട് ഉറങ്ങുന്നതിന് എവിടെ പോയി കണ്ടെത്താനാ? ഫോൺ വിളിച്ചെടുക്കും. അതുമില്ല. വിജയുടെ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ഞാൻ ഇന്നലെയാണ് അതൊന്ന് വിശദമായിട്ട് വായിക്കുന്നത്. പ്രശാന്ത് കിഷോറാണ് വിജയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ട് വന്നത്, അറിയാലോ. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഇപ്പൊ ഉദാഹരണത്തിന് മാറ്റിയില്ല. ഗ്യാസിന് വില കൂടി കഴിഞ്ഞാൽ മാറ്റിയില്ല, ഇപ്പോഴും പ്രശാന്ത് കിഷോർ തന്നെയാണ്. ഇപ്പൊ ഗ്യാസിന് വില കൂടി കഴിഞ്ഞാൽ സ്റ്റാലിൻ സർക്കാർ കേന്ദ്രത്തിനെ പഴിക്കും. പെട്രോളിന് ഏറ്റവും കൂടുതൽ വിലയുള്ളത് എവിടെയാണ്? കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിജയ് വന്നിട്ട് അവിടെയുള്ള സ്ത്രീകളോട് പറയുകയാണ്, ഞാൻ മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം 6 LPG സിലിണ്ടറുകൾ സൗജന്യമായി തരും. പിന്നെ ഈ അവിടെയുള്ള സ്ത്രീകൾക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അവിടെയുള്ള സ്ത്രീകൾ ഭൂരിപക്ഷവും വീട്ടമ്മമാരാണ്. അങ്ങനെയുള്ള ഒരു പിന്നെ ആ സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങളുടെ പെൺമക്കളുടെ വിവാഹത്തിന് 1 പവൻ സ്വർണവും 1 പട്ടുസാരിയും ഞാൻ തരുമെന്ന് പറയും. പിന്നെ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ഞാൻ എന്ത് ചെയ്യും? 1 പവൻ സ്വർണം, 4 ഗ്രാമോ 1 പവനോ സ്വർണം തരുമെന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിജയ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബോധൈപ്പൊരുൾ തടൈ ചെയ്യും എന്ന് പറയുന്നു. അതായത് മയക്കുമരുന്നിന്റെ ഈറ്റില്ലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്. അത് ഇടയ്ക്ക് അണ്ണാമലയും പറയുന്നുണ്ടായിരുന്നു ഇതിനെ എങ്ങനെ തടുക്കണമെന്ന്. കേരളവും മയക്കുമരുന്നിന്റെ ഈറ്റില്ലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ MDMA. അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള പൊതുജനങ്ങൾക്ക് അതൊരു വലിയ ഇമ്പാക്ട്. കാരണം മയക്കുമരുന്ന്, ഈ DMK സർക്കാർ പോലും മദ്യവും മയക്കുമരുന്നും കൊടുത്തിട്ടാണ് വോട്ടർമാരെ സ്വാധീനിക്കുന്നത് എന്നുള്ള വലിയൊരു ആരോപണം അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിജയ് അങ്ങനെ പറയുമ്പോൾ ആ നാട്ടുകാർക്ക് ഒരു വിശ്വാസം വരും. രണ്ടാമത്തെ കാര്യം, സ്ത്രീ സുരക്ഷ. സ്ത്രീകൾക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി സൊന്നതും ചെയ്യും സൊല്ലാത്തതും ചെയ്യും എന്നാണ് വിജയ് പറഞ്ഞത്. ഞാൻ പറയുന്നതും ചെയ്യും പറയാത്തതും ചെയ്യും എന്ന് വിജയ് പറയുന്നുണ്ട്. ഇതിലൊക്കെ ജനങ്ങൾക്ക് അറിയില്ല, ഒരു സിനിമാ സ്റ്റൈല് ഭരണം വന്നാൽ നന്നായിരിക്കും. കാരണം അവിടെയുള്ള ഈ പെണ്ണുടിയന്മാരെയും പീഡനം നടത്തുന്നവന്മാരെയൊക്കെ വെടിവെച്ച് വന്നാൽ വിജയ് വേറെ ലെവലിലോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിപ്പോ ഇനി കണ്ടറിയേണ്ടതാണ്. സ്വന്തതും ചെയ്യും സ്വല്ലാത്തതയും ചെയ്യും എന്ന് പറയുമ്പോഴേ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞ എല്ലാവരും ആകാംക്ഷയോടെ വിജയ് പറഞ്ഞ ഈ കാര്യങ്ങളിൽ വിജയ് എന്താണ് അവിടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പല ആൾക്കാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫാക്ടറും സ്റ്റാലിന്റെ മൊത്തത്തിലുള്ള ഒരു വൃത്തികെട്ട ഭരണം എല്ലാം കൂടെ അപ്പൊ വിജയ് അസലായിട്ട് വിജയിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി കൃത്യം ഇത്രയാണ്, സിമ്പിൾ. ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദ്രാവിഡ പാർട്ടികളെ മൂലക്കിരുത്തി ഇനി ഒരിക്കലും മടങ്ങി വരാത്ത വിധം അവിടത്തേക്ക് BJPക്ക് ഭാവി ഒരുക്കിക്കൊണ്ടൊരു വഴി വെട്ടിയിട്ടുണ്ട് വിജയ്. അതാണ് ഒന്ന്. പിന്നെ വിജയ് എത്ര നാളെ എങ്ങനെയെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ ഉള്ള ജനവിധി സന്തോഷകരം. ഇനി ഭാവിയിൽ എങ്ങനെയാണെന്നുള്ളത് കാണുക, കണ്ട് വിലയിരുത്തുക, അത്രയേ ഉള്ളൂ.